എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ GUARDിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് ഡിസ്പ്ലേ ഓൺ അല്ല, നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് ഒരു ബീപ്പ് ശബ്ദം മാത്രം കേൾക്കും, വേറെ ഒന്നും വർക്കിംഗ് അല്ല എന്നാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പവറിൽ കൊടുത്ത് നോക്കാം, സീരിയൽ കണക്ഷൻ കൊടുത്ത് നോക്കാം. ഉണ്ടോ, ഒരു ബീപ്പ് ശബ്ദം മാത്രം കേട്ടു, ഡിസ്പ്ലേ വേറെ ഒരനക്കവും ഇല്ല, ഡിസ്പ്ലേയിലൊന്നുമില്ല, ഒരു ബീപ്പ് ശബ്ദം മാത്രം കേട്ടു. നമുക്കിതിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുറന്നിട്ട് ഓക്കെ, അപ്പോൾ ഇത് ഡിസ്പ്ലേ കണക്ഷൻ ആണത്. അപ്പോൾ കണക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഒരു 5 വോൾട്ടിലാണ്. ഈ ഡിസ്പ്ലേയിൽ സപ്ലൈ വരുന്നുണ്ടോ എന്നൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു വാർണിഷ് കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ് ആദ്യം നമുക്കൊന്ന് എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഫ്രഷ് സോൾഡറിങ് ചെയ്താൽ മതിയാവും. നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ കോട്ടിങ് അങ്ങ് മാറും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നല്ല പൊടിയുണ്ട്, ആ പൊടിയെല്ലാം അങ്ങ് മാറ്റി. മൾട്ടിമീറ്റർ നമുക്ക് DC മോഡിൽ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷനുകൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 1 2 3 4 5 ഈ 5 എണ്ണത്തിൽ ഈ 2 3 നമുക്ക് പവർ വരുന്നത്. ഇപ്പോൾ 2 3 എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കാം. സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പിന്ന് മൈനസ്, മൂന്നാമത്തെ പിന്ന് പോസിറ്റീവ്. ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ കൊറോഷൻ ക്ലാവ് പിടിച്ചതായിട്ട് കാണുന്നുണ്ട്. ആദ്യം നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അവിടെ ക്ലീൻ ചെയ്തിട്ട് ആ സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന സർക്യൂട്ടിലെല്ലാം കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒന്നാമത്തെ പിന്ന് ഒന്നാമത്തെ പിന്ന് കണ്ടിന്യൂറ്റി ഉണ്ട്. രണ്ടാമത്തെ പിന്ന് അതുണ്ട്. മൂന്നാമത്തെ പിന്ന് കണ്ടിന്യൂറ്റി ഉണ്ട്. നാലാമത്തെ പിന്ന് കണ്ടിന്യൂറ്റി ഇല്ല. 5 ഉണ്ട്.
ഇപ്പോൾ ഇവിടെ അഞ്ചാമത്തെ പിന്നിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഈ സൈഡ് മൊത്തം ഇത് കണക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ചുരണ്ട് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ട്രാക്ക് പിന്നെ ഇവിടുത്തെ ഈ ഒരു ട്രാക്ക് ഇതെല്ലാം പോയി കിടക്കും. അവിടെ നമുക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. ആ ട്രാക്കുകളെല്ലാം ഡാമേജ് ആയിട്ടാണ് ഇരുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വയറിട്ട് ഈ ട്രാക്കിലോട്ട് എല്ലാ ട്രാക്കിലോട്ടും കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത് ഈ ട്രാക്ക് ഇവിടെ മൊത്തം ഡാമേജ് ആയിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് വയർ ഈ ട്രാക്കിന് പകരം ഡയറക്റ്റ് വയർ വെച്ച് എല്ലാ ട്രാക്കിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കണക്ഷൻ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ട്രാക്കിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓണാവാൻ സാധ്യതയുണ്ട്. അതല്ല വേറെ എന്തെങ്കിലും ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റും. ഞാനൊന്ന് പവർ കൊടുക്കുകയാണ് സീരിയലിൽ. ഓക്കെ, ലൈറ്റ് കത്തി. ഇപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആയിട്ടുണ്ട്. മാനുവൽ. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇവന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓൺ പാൻ വെച്ച് ചൂടാവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഈ വയർ അടയ്ക്കുമ്പോഴത്തേക്കും വയർ നോക്കിക്കണം. ഓക്കെ, അത് നമുക്ക് സീരിയൽ കൊടുത്ത് മാനുവലിൽ തന്നെ ഒന്ന് ഡയറക്റ്റ് കൊടുക്കാം. നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.